നമസ്കാരം. ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും നേരെയുള്ള CPIM-ന്റെ ആക്രമണങ്ങൾ ഈ ഉത്സവകാലത്ത് നിരവധി തവണ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടന്നതായും ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾ CPM-കാർ നടത്തിയതായും അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും ഈ ഉത്സവകാലത്ത് നമ്മൾ കണ്ടു. അതായത് ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് പാർട്ടി കൊടികെട്ടുക, അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സംഗീത പരിപാടികളിൽ CPIM-ന്റെ പാർട്ടി ഗാനങ്ങൾ ഈ സംഗീത സംഘങ്ങളെ കൊണ്ട് പാടിക്കുക, അതോടൊപ്പം ഈ മറ്റ് പാർട്ടിയുടെ ചിഹ്നം അടക്കമുള്ളവ സ്റ്റേജിൻ്റെ പുറകിൽ കാണിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ വരെ ഉണ്ടായി. ക്ഷേത്രങ്ങളിൽ ആലപിക്കേണ്ടത് പാർട്ടി ഗാനമല്ല, ഭക്തിഗാനമാണ് എന്ന് പോലും ഹൈക്കോടതി പറഞ്ഞു വെച്ചത് നമ്മൾ കണ്ടു. എന്നാൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാക്കാനും ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത് CPM തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. കണ്ണൂരിലെ പറമ്പ കുട്ടിച്ചാത്തൻ മഠം ക്ഷേത്രത്തിലാണ് CPM ഇത്തരത്തിലുള്ള വലിയ സാഹസം കാട്ടിയിരിക്കുന്നത്. ഇത് CPIM-നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെയും ക്ഷേത്രത്തെയും സംബന്ധിച്ച് മാത്രമല്ല, സമൂഹത്തെ ഒന്നാകെ അക്രമത്തിലേക്ക് തള്ളിവിടുന്ന, സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ കലശം വരവിനോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രയിൽ, ഈ ഘോഷയാത്രയ്ക്കിടെ CPM കൊടികൾ ഉയർത്തി. CPIM-ന്റെ കൊടികൾ മാത്രമാണ് എങ്കിൽ പോട്ടെ, CPIM-ന്റെ കൊടിക്ക് മുകളിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച കൊടിയാണ് ഉയർത്തിയത് എന്നുള്ളതാണ് ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് പല ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് DJ ബോക്സുകൾ കെട്ടിവെച്ച ഒരു വാഹനം മുന്നേ പോകുന്നു. അതിൻ്റെ പിന്നിലായി ധാരാളം CPM പ്രവർത്തകരുണ്ട്. ഈ പ്രവർത്തകർ ചുവന്ന കൊടി ഉയർത്തി വീശുകയാണ്. ഈ കൊടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാകട്ടെ കൊലക്കേസ് പ്രതികളാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികൾക്ക് 9 പ്രതികൾക്കും ശിക്ഷ വിധിച്ചുകൊണ്ട് തലശ്ശേരി കോടതിയുടെ ഉത്തരവുണ്ടായത്. ഈ 9 പ്രതികളിൽ 8 പേരെയും ജീവപര്യന്തം തടവിനാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ 10 പ്രതികളുണ്ടായിരുന്നു. ഇതിൽ 2 പ്രതികൾ മരണപ്പെട്ടു. ഒരു പ്രതിയെ കോടതി വെറുതെ വിടുകയായിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ. ബാക്കിയുള്ള 9 പ്രതികളെയും കോടതി ശിക്ഷിച്ചു. 8 പേർക്കും ജീവപര്യന്തം, ഒരാൾക്ക് 3 മാസം കഠിന തടവ്. ഇങ്ങനെയാണ് ആ ശിക്ഷ. അതായത് കണ്ണൂർ രാഷ്ട്രീയത്തെ എക്കാലത്തെയും തീ പിടിപ്പിച്ചിട്ടുള്ള ഒരു കൊലപാതക കേസായിരുന്നു ഈ സൂരജ് വധക്കേസ്. സൂരജ് CPIM-ൽ നിന്നും പാർട്ടി മാറി BJP-യിലും RSS-ഉം പ്രവർത്തിച്ചു എന്ന കുറ്റത്തിനാണ് അയാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. ആദ്യം വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. ഒരു കാല് നഷ്ടപ്പെട്ട സൂരജ് വീണ്ടും ധൈര്യത്തോടുകൂടി CPIM-ന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അതിനുശേഷം അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ ഇത്തരത്തിൽ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 20 വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സൂരജിൻ്റെ കുടുംബക്കാർക്ക് നീതി ലഭിച്ചത്. അതായത് പലതവണ ഈ കേസിലെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. നിരവധി മൊഴിമാറ്റലുകളും കൂറുമാറ്റവും ഒക്കെ നമ്മൾ ഈ കേസിൽ കണ്ടു. ഏറ്റവും ഒടുവിലായി TP വധക്കേസിലെ പ്രതി TK രജീഷ് ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നു, ഒരു കുറ്റസമ്മതം നടത്തുന്നു. ആ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ ഒടുവിലാണ് ഈ കേസ് തെളിയിക്കപ്പെടുന്നത്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച്, കോടതിയുടെ ഇടപെടലിന് ശേഷം നിയമിച്ച് ആണ് ഈ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നത്. ആ വിചാരണയാണ് ഒടുവിൽ 9 പ്രതികളെയും ജീവപര്യന്തം ശിക്ഷിക്കുന്നതിൽ കലാശിച്ചത്. ഈ പ്രതികളെല്ലാം തന്നെ CPIM-ന്റെ പ്രാദേശിക നേതാക്കളോ അതുപോലെ തന്നെ CPIM-ന്റെ പ്രവർത്തകരോ CPIM എന്ന പാർട്ടി ചെലവും കൊടുക്കുന്ന TK രജീഷിനെ പോലെയുള്ള ഗുണ്ടകളോ ആണ്. ഈ പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ മനോരാജാണ് എന്നുള്ളതാണ്. അങ്ങനെ കേരളമൊട്ടുക്കും ചർച്ചയായ ഒരു കേസാണിത്. CPM നേതാക്കളും പ്രവർത്തകരും ഒക്കെ അഴിക്കുള്ളിലായ ഒരു കേസാണ്. ഈ കേസിലെ പ്രതികളെയാണ്, കോടതി ശിക്ഷിച്ച കൊലക്കേസ് പ്രതികളെയാണ് ഒരമ്പലത്തിൻ്റെ ഘോഷയാത്രയിൽ ഇങ്ങനെ കൊടിയിൽ ചിത്രം പതിപ്പിച്ച് ഉയർത്തി കാണിക്കുന്നത് എന്നത് തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ്, സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരോടുള്ള വെല്ലുവിളിയാണ്. മാത്രമല്ല CPIM-ൽ നിന്നും പാർട്ടി മാറി ഇനി മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോയാലുള്ള ശിക്ഷ ഇതാണ് എന്ന രീതിയിൽ ഉയർത്തി കാണിക്കുക കൂടിയാണ് CPM ചെയ്യുന്നത്. അതായത് പ്രതികൾക്കൊപ്പം കൊലയാളികൾക്കൊപ്പം നിന്നുകൊണ്ട് ക്ഷേത്രോത്സവം
ഉത്സവത്തെ അലങ്കോലപ്പെടുത്താനായി കൊലക്കേസ് ഉപയോഗിക്കുന്നു, കൊലയാളികളുടെ ഫോട്ടോ ചിത്രം പതിപ്പിച്ച കൊടി ഉപയോഗിക്കുന്നു എന്നതാണ് ഇന്നലെ കണ്ണൂരിൽ നടന്നത്. തീർച്ചയായും ഉത്സവ കാലഘട്ടമാണ്. പരമാവധി ഈ ഉത്സവം കലക്കുന്നതിനും ഉത്സവത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നതിനും ഉത്സവത്തിൽ ഭക്തജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുന്നതിനുമെല്ലാം തങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യുക എന്ന നയമാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.